ഹായ്, ഞാനൊരു നേഴ്സാണ്. ഞാനിപ്പോൾ ന്യൂസിലൻഡിലാണുള്ളത്. ഞാനിവിടെ ക്യാപ് കോഴ്സിനായിട്ട് വന്നതാണ്. ഞാനിവിടെ എത്തിയത് ജനുവരി 25-നാണ്, 2024 ജാൻ 25-നാണ് ഇവിടെ എത്തിയത്. അപ്പം എനിക്ക് ക്യാപ്പിന് അഡ്മിഷൻ കിട്ടിയ കോളേജിൽ 7 വീക്ക് കോഴ്സായിരുന്നു. 5 വീക്സ് പ്ലേസ്മെൻറ്റ് ആൻഡ് 2 വീക്സ് തിയറി ആയിരുന്നു. മാർച്ച് 22-ഓടെയാണ് എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആയത്. അപ്പം ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കറൻ്റ്ലി നേഴ്സസ്, അതായത് ക്യാപ് നേഴ്സസ് ന്യൂസിലൻഡിൽ സിറ്റുവേഷൻ എന്താണെന്നൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. കറൻ്റ്ലി എന്നെപ്പോലുള്ള ക്യാപ് സ്റ്റുഡൻസ്, ക്യാപ്പ് കഴിഞ്ഞ് നേഴ്സസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ ജോബ് വേക്കൻസി ഉണ്ടോ, ഇപ്പോൾ ഒത്തിരി പേര് ക്യാപ്പിനായിട്ട് നേഴ്സസ് ഇഷ്ടംപോലെ ന്യൂസിലൻഡിലേക്ക് വരുന്നുണ്ട്. അപ്പം അവർ ജസ്റ്റ് അവർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇവിടെയുള്ള എൻ്റെ ബാച്ച്മേറ്റ്സ്, അതുപോലെ തന്നെ വേറെ കോളേജിൽ ഉള്ള ആൾക്കാരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം അവരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ എല്ലാവരുടെയും ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. മാർച്ച് 22-ന് എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആയി. ഓൾറെഡി ഞങ്ങളുടെ കോളേജിൽ നിന്ന് കൗൺസിലിലേക്ക് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ 1 മന്ത് ഡിലേ ആയി കോളേജുകാർ. പിന്നെ ഈ റീസെൻ്റായിട്ട് കൗൺസിൽ ഒരു 5 to 6 വീക്സ് എടുക്കുന്നുണ്ട് നമുക്ക് APC കിട്ടാനായിട്ട്. ലാസ്റ്റ് തേഴ്സ്ഡേ ആണ് ഞങ്ങൾക്ക് APC കിട്ടിയത്. ഇപ്പം ഓൾമോസ്റ്റ് 6 മന്ത്സ്, നെക്സ്റ്റ് മന്ത് 6 മന്ത്സ് ആവുകയാണ് ഇവിടെ വന്നിട്ട്. കാരണം ഇവിടെ വരുന്ന നേഴ്സസ്, ക്യാപ്പ് ചെയ്യാൻ വരുന്ന നേഴ്സസിന് ഇവർ വിസിറ്റിംഗ് വിസയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ജോബ് ഇതിന് ഇടയ്ക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിസ എക്സ്റ്റെൻഡ് ചെയ്യണം. 1 ഇയറിലേക്കുള്ള വിസയുണ്ട്. ഒന്നെങ്കിൽ 6 മന്ത്സ് അല്ലെങ്കിൽ 3 മന്തിൽ നമ്മുടെ വിസ, ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് വിസ കിട്ടുന്നത്. ചിലർക്ക് 6 മന്ത്സിലേക്കുണ്ട്, ചിലർക്ക് 3 മന്ത്സിലേക്കുണ്ട്. അപ്പം നമ്മുടെ വിസ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട്, അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 3 മന്തിലുള്ളൊരു 3 മന്തിലും ഒന്നെങ്കിൽ എക്സിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുക. എനിക്ക് 6 മന്ത്സ് ആണുള്ളത്. അപ്പം അടുത്ത മന്തിൽ എൻ്റെ വിസ എക്സ്പയർഡ് ആകും. അപ്പം ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഇൻ്റർവ്യൂ പോലും ഇവിടുന്ന് കിട്ടിയിട്ടില്ല. APC ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. APC ലാസ്റ്റ് തേഴ്സ്ഡേ കിട്ടിയിട്ടേ ഉള്ളൂ. എന്നിരുന്നാൽ കൂടിയും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ക്യാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നേഴ്സസിന് ജോബ് ഇൻ്റർവ്യൂ കിട്ടും, ഓഫർ ലെറ്റർ വരെ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ ഒരു ഇൻ്റർവ്യൂ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ ബാച്ചിൽ ഏകദേശം ഒരു 28 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ക്യാപ്പിനായിട്ട്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങളുടെ ബാച്ചിൽ ഒരു 15 താഴെ മല്ലൂസ് ഉണ്ടായിരുന്നു, മലയാളീസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു മലയാളിക്ക് പോലും ഒരു ഇൻ്റർവ്യൂ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ മറ്റ് കൺട്രീസിൽ നിന്ന് വരുന്നവർക്ക് ജോബും ആയിട്ടുണ്ട്, അവർക്ക് ഇൻ്റർവ്യൂ ഒക്കെ കിട്ടുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അറിയില്ല, പക്ഷേ എൻ്റെ ഞങ്ങളുടെ ബാച്ചിൽ കണ്ടതും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് കണ്ടതുമായ ഒരു കാര്യങ്ങളാണ് ഞാനത് ഷെയർ ചെയ്തത്. കാരണം ഇന്ത്യൻസിനാണ് കൂടുതലും ഇൻ്റർവ്യൂ കിട്ടാതിരിക്കുന്നത്. അപ്പം ഇത്രയും നാളായിട്ട് ഇവിടെ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ പോലും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളും കൊണ്ടാണല്ലോ ന്യൂസിലൻഡിലേക്ക് വന്നത്. വിസിറ്റിംഗ് വിസയിലാണെന്ന് പറഞ്ഞിരുന്നാൽ കൂടിയും നമുക്ക് ജോബ് കിട്ടും എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് ഇപ്പം ഇത്രത്തോളം ആയപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഹോപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. എന്നിരുന്നാൽ കൂടി നമ്മൾ പ്രതീക്ഷ കൈവിടുന്നില്ല. നമ്മൾ എന്തായാലും മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ഇതല്ലെങ്കിൽ ഓസ്ട്രേലിയ നോക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് നേഴ്സസിന് ഓപ്പർച്യൂണിറ്റീസ് കുറയാനുള്ള ചില കാരണങ്ങൾ മറ്റുള്ളവർ പറയുന്നതെന്ന് വെച്ചാൽ, ചിലർ പറയുന്നു ഇവിടുന്ന് ഓസ്ട്രേലിയക്ക് ആൾക്കാർ നേഴ്സസ് ഇഷ്ടംപോലെ മൈഗ്രേറ്റ് ചെയ്യുമായിരുന്നു എന്ന്. പക്ഷേ ഇപ്പം ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നില്ല. കാരണം ന്യൂസിലൻഡിൽ കുറേ ചേഞ്ചസ് അവർ കൊണ്ടുവന്നു. ഇവിടത്തേക്കാളും സാലറി ഉണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ, അതുകൊണ്ടാണ് ആൾക്കാർ ഓസ്ട്രേലിയയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ന്യൂസിലൻഡിൽ സാലറി ഇൻക്രീസ് ചെയ്ത്, അപ്പം അത് ഒരു കാരണമാണ് ഇവിടുന്ന് മൈഗ്രേഷൻ. ആൾക്കാർ ന്യൂസിലൻഡിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന ആൾക്കാരുടെ ആ ഒരു എണ്ണം ക്രമാതീതമായി കുറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യൻ നേഴ്സസിനെ എടുക്കാത്തതിൻ്റെ ഒരു കാര്യം
ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടതാണ് കമ്മ്യൂണിക്കേഷൻ ഒരു വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒരു വില്ലനായിട്ട് മാറുന്നുണ്ട് നമുക്ക് നമ്മുടെ ചാൻസസ് കുറയാനായിട്ട്. കാരണം ഇപ്പം ഓൾമോസ്റ്റ് ഇവിടെ ഇഷ്ടംപോലെ മല്ലൂസുണ്ട്. തമ്മിൽ മലയാളികളോട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത് മലയാളത്തിലായിരിക്കും. അപ്പം അതവരെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം അവരുടെ കൺട്രി വന്നിട്ട് അവരുടെ ലാംഗ്വേജിൽ അവർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് അവരെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പം ഇനിയുള്ളവരെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ക്യാപ്പിനാണ് വരുന്നതെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും, അപ്പോൾ എല്ലാ ഏജൻസി വഴി പരിചയപ്പെട്ടായിരിക്കും, മലയാളികളായിരിക്കും, നിങ്ങൾ ഒന്നിച്ചായിരിക്കും ചിലപ്പോൾ ഒരു പ്രിസെപ്റ്ററിന് കിട്ടുന്നത്. എങ്കിൽ കൂടി നിങ്ങൾ പരസ്പരം ഒരിക്കലും മലയാളം സംസാരിക്കരുത്, നിങ്ങൾ ഇംഗ്ലീഷിലേ സംസാരിക്കാവുള്ളൂ. അതൊക്കെ നമുക്കതൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുന്നൊരു കാര്യമാണ് നമ്മുടെ ലാംഗ്വേജിൽ സംസാരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പം ഇവർ OETക്ക് ക്ലബിങ് അക്സെപ്റ്റ് ചെയ്തതുകൊണ്ട് ഇങ്ങോട്ടുള്ള മൈഗ്രൻസിൻ്റെ തോത് വളരെ കൂടി. ഇപ്പം നേരത്തെ ഇവിടെ ഇവർ എക്സ്പെക്റ്റ് ചെയ്തതിലും മൈഗ്രൻസിൻ്റെ എണ്ണം കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതും ഇവരിപ്പോൾ എടുക്കാത്തതിനൊരു കാരണമായിരിക്കാം, എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു പ്രഡിക്ഷൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പം ഇനി വരാൻ ഉദ്ദേശിക്കുന്നവർ ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് വരിക. കാരണം ഇതിപ്പം എന്നാണേലും ഇതൊരു എന്ന് പറഞ്ഞാൽ ഇത് ഇനി മുന്നോട്ട് ഇങ്ങനെ ന്യൂസിലൻഡിലായിരിക്കും എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഇത് ഒരു ഷോർട്ട് ടൈം ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇത് ചിലപ്പം അടുത്ത നെക്സ്റ്റ് വീക്കിൽ തന്നെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടായി എന്ന് വരാം. ചിലപ്പോൾ ഇത് കുറച്ച് നാളിലൂടെ ഈ ഒരു ക്രൈസിസ് മുന്നോട്ട് പോകും, ചിലപ്പോൾ അങ്ങനെ പോകുമായിരിക്കും. ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇതിനിടയ്ക്ക് ജോബ് കിട്ടുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പം ജോബ് ആർക്കും കിട്ടുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഇഷ്ടംപോലെ ആൾക്കാർക്ക് ജോബ് കിട്ടുന്നുണ്ട്. അതിൽ കൂടുതൽ അതിൻ്റെ ഇരട്ടി ഇവിടുന്ന് വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് ഇവിടുന്ന് ഡയറക്റ്റ് ആൾക്കാർ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ തിരിച്ച് നാട്ടിൽ പോയിട്ട് ഓസ്ട്രേലിയൻ പ്രോസസ്സിങ് ചെയ്യുന്നു, തിരിച്ച് നാട്ടിൽ പോയി പഴയ ജോലിക്ക് തിരിച്ച് കയറുന്നവരുണ്ട്. ഇവരൊക്കെ നമുക്കറിയാവുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഇപ്പം നമ്മളെ ഏജൻസി വഴി നമ്മൾ വരുന്നത് ചിലപ്പോൾ ഒരു ഏജൻസി വഴി ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഏജൻസി വഴി നമുക്ക് പലരെ പരിചയം കാണും. നമ്മളിവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ ഡ്യൂട്ടിക്ക്, അതായത് ക്യാബ് പ്ലേസ്മെൻറ്റിന് പോകുമ്പോൾ നമുക്ക് പലരെ കിട്ടും. അതുപോലെ ഫ്രണ്ട്സായിട്ട് കിട്ടും. അതുപോലെ നമ്മൾ ചർച്ച്, അങ്ങനെ നമുക്കിവിടെ വന്നു കഴിയുമ്പം നമ്മുടേതായ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ നമുക്ക് ആൾക്കാരെ കിട്ടും, കോണ്ടാക്ട്സ് കിട്ടും. അപ്പം ആ ഒരു ബേസിലാണ് ഞാൻ ഇത് പറയുന്നത്. കാരണം എനിക്ക് കിട്ടിയ അറിവനുസരിച്ച് ഇപ്പം എൻ്റെ വിസ നെക്സ്റ്റ് മന്ത് എക്സ്പയർഡ് ആകുവാണ്. അപ്പം ഒന്നെങ്കിൽ ഞാനിവിടെ എക്സിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാനത് റിന്യൂ ചെയ്യണം. ഇനി ഞാനത് റിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നത് പോലെ തന്നെ വീണ്ടും ഷോമണി കാണിച്ച് അങ്ങനെയൊക്കെ വേണം ചെയ്യാനായിട്ട്. അപ്പം ഞാൻ എന്തായാലും തീരുമാനിച്ച് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഞാൻ നാട്ടിലേക്ക് തിരിച്ച് കയറി പോവാണ്. ബാക്കി അതിനനുസരിച്ച് ഇവിടെ ജോബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടിന്യൂ ചെയ്യും ഇതിനിടയ്ക്ക്. അല്ല നാട്ടിൽ ചെന്നിട്ട് ഇവിടെ കിട്ടുവാണെങ്കിൽ നാട്ടിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് കയറിപ്പോവും. അല്ലാന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ പ്രോസസ്സിങ് നോക്കും. അതായത് ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ്. ഒരു മന്ത് ഇവിടെ നമുക്ക് ജീവിച്ച് പോകണമെങ്കിൽ ഒരു നിയർ 1 lakhനനുസരിച്ച് ഒരാൾക്ക് വേണ്ടി വരും. ഞാൻ ചുമ്മാ പറയല്ല, ഇവിടെ താമസിക്കുന്നവർക്കറിയാം അതിൻ്റെ. കാരണം നമുക്ക് ലിവിങ് എക്സ്പെൻസാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. മെയിനായിട്ട് അക്കോമഡേഷൻ ഇവിടെ ഒരു $200 ഞാനിപ്പോൾ ഓക്ലൻഡിലാണുള്ളത്. ഒരു 150 ഒന്നും ഒരിക്കലും കിട്ടത്തില്ല. പിന്നെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ നിൽക്കുന്ന വീട്ടുകാർ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കുറച്ച് തന്നാൽ ആയി എന്നുള്ളതേ ഉള്ളൂ. ഒരു 150ൽ താഴോട്ട് ഓക്ലൻഡിൽ ഒട്ടും കിട്ടുകയില്ല. എനിക്ക് മറ്റുള്ള സ്ഥലത്ത് സൗത്തിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇവിടെ ഒരാഴ്ച നമ്മൾ ഒരാഴ്ചത്തെ അക്കോമഡേഷൻ ഒരു 10,000, നാട്ടിൽ 10,000 രൂപ അടുത്ത് ആകും. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഫുഡിനിപ്പം നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മുടെ എക്സ്പെൻസ് എങ്ങനെയാക്കുന്നോ അതിനനുസരിച്ചിരിക്കും. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയത് ഞങ്ങൾക്ക് ബസ്സിന് പോകണമായിരുന്നു. അപ്പോൾ ഡെയിലി ഉള്ള വണ്ടിക്കൂലി അങ്ങനെ. ഇപ്പം ഞങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയ ആദ്യം അക്കോമഡേഷൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരെ വരുന്നത് ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾ വീണ്ടും വീട് മാറി. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കൂടുതൽ നഷ്ടം. ഞങ്ങൾക്ക് കുറച്ച് മറ്റുള്ളവരെക്കാളും കൂടുതൽ ഞങ്ങൾക്ക് പൈസ വേണ്ടി വന്നു. അപ്പം നമ്മുടെ കൂടെ ഇപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്നതിൽ ഞങ്ങൾ 28 പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനകത്ത് ഞങ്ങൾ പകുതി പേര് മലയാളികളായിരുന്നു.
അപ്പം അതിനകത്ത് ഞങ്ങൾ 5 പേര് ഓൾറെഡി ടിക്കറ്റ് നാട്ടിലേക്ക് പോകാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തു. ബാക്കി ആരും എന്നാണെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ലെന്നാണ്, വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല എന്നാണ് എല്ലാവരുടെയും തീരുമാനം. എന്തായാലും ടൈം ആകുമ്പോഴത്തേക്കും അവരും ജോബ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരും പോകും. കാരണം മറ്റുള്ള ഇപ്പം നമ്മളെക്കാൾ എൻ്റെ സിറ്റുവേഷൻ വെച്ച് ഞങ്ങളെക്കാൾ ലേറ്റായിട്ട് വന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, അറിയാവുന്നവരുണ്ട്. അപ്പം അവർക്കൊക്കെ APC ഞങ്ങളെക്കാളും മുന്നേ കിട്ടി. ഞങ്ങൾക്ക് കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ മുമ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. മീൻസ് ഓസ്ട്രേലിയൻ്റെ ഒക്കെ ഒന്ന് പ്രൊസീഡ് ചെയ്യാമായിരുന്നു. ഇപ്പം ഇവിടെ നിൽക്കുന്ന ക്യാപ്പ് കഴിഞ്ഞ നേഴ്സുമാർ APC കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അഫർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം നമ്മളവിടെ ഒരു ഭാഗ്യപരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നൊരു കാര്യമില്ല. കാരണം നമുക്ക് APC കിട്ടി ന്യൂസിലാൻഡ് ജോലി കിട്ടും എന്ന് നമുക്ക് നമ്മുടെ ലക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ഇത് കേൾക്കുന്ന ഒരാൾക്ക് ചിലപ്പം എല്ലാവർക്കും ആ ലക്ക് ഉണ്ടായിരിക്കണമെന്നില്ല. ഇപ്പോൾ ഒരാൾക്കുള്ള ലക്കായിരിക്കത്തില്ല മറ്റേത്. ഞാൻ വിശ്വസിക്കുന്നത് 100% ഒരു 90% എന്ന് പറയും. ഒരു 90% നമ്മുടെ ലക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നമ്മുടെ എഫേർട്ടും. പിന്നെ എഫേർട്ട് ഇല്ലാതെ പറ്റത്തില്ലല്ലോ. പിന്നെ എഫേർട്ട് എന്തായാലും ഉണ്ടാകണം. പിന്നെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ്, ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പോലും ഇൻ്റർവ്യൂ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നാട്ടിൽ നിന്ന് ആരെങ്കിലും ന്യൂസിലൻഡിലേക്ക് വരാൻ ഇപ്പം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോടൊരു കാര്യം പറയാനുള്ളൂ. ഇവിടെ ജോബ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് വളരെ ടൈറ്റാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചർച്ചിൽ പോയപ്പം നമ്മൾ പലരെ കണ്ടപ്പം കുറച്ച് പേരൊക്കെ പറഞ്ഞു ഇപ്പം പഴയ പോലല്ല, കുറച്ച് അയവ് വന്നിട്ടുണ്ട്, DHPs ഒക്കെ ഓപ്പൺ ആകാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മുന്നോട്ടൊരു പക്ഷേ ഓപ്പൺ ആകാം, ഈ സിറ്റുവേഷൻ ഫുള്ളായിട്ട് മാറാം, നല്ല പോസിറ്റീവായിട്ട് സംഭവിക്കാം. എന്നിരുന്നാൽ കൂടി നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ ഇതൊക്കെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് വരണം. കാരണം ഇവിടെ വന്നിട്ട് അതോർത്ത് ദുഃഖിക്കാനൊരു അയ്യോ ഞാൻ പെട്ടുപോയല്ലോ എന്ന് ചിന്തിക്കാൻ ഒരിട വരരുത്. കാരണം ഇപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് തോന്നും അയ്യോ ഫുള്ള് നെഗറ്റീവാണല്ലോ എന്ന്. ഫുള്ള് നെഗറ്റീവാണ്. നമ്മളിവിടെ വന്ന് ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ന്യൂസിലാൻഡിൽ ഇപ്പം നിൽക്കുന്ന ക്യാപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന ആരെ വേണമെങ്കിലും ഫോൺ വിളിച്ച് ചോദിക്കാം. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. അവരെല്ലാം ഈ ഒരു കാര്യമേ പറയത്തുള്ളൂ. അതുകൊണ്ട് ഇത് നെഗറ്റീവല്ല, ഇത് റിയാലിറ്റിയാണ്. അത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് വ്യക്തമായ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. വൺസ് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ APC കിട്ടി കഴിഞ്ഞാൽ അത് നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവിടെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണ്. 1 വീക്ക് കഴിഞ്ഞ് അല്ലെങ്കിൽ മുന്നോട്ട് എന്താണ് എന്ന് എനിക്കറിയത്തില്ല. അത് പ്രോപ്പറായിട്ട് കറണ്ട് സിറ്റുവേഷൻ എന്നാണെന്ന് അന്വേഷിക്കുക. എന്നിട്ട് APC കിട്ടിക്കഴിഞ്ഞ ഉടനെ അഫ്ര ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങളിപ്പോൾ തന്നെ APC കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾ അഫ്ര ചെയ്യുക. ഓസ്ട്രേലിയൻ ഈ ന്യൂസിലാൻഡ് നോക്കുക, അതോടൊപ്പം തന്നെ നിങ്ങൾ ഓസ്ട്രേലിയ നോക്കുക. എന്തായാലും നമ്മളിത് തുടങ്ങി വെച്ചതായതുകൊണ്ട് ഇട്ടിട്ട് പോകേണ്ട കാര്യമില്ല. ആരും അങ്ങനെ വിചാരിക്കേണ്ട. ഇന്നലെ നാളെ ഇതെന്തായാലും നമുക്കൊരു പോസിറ്റീവ് ഔട്ട്കം കിട്ടും. അതുകൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. കാരണം കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഒന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് പറഞ്ഞാൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. പിന്നെ എൻ്റെ ഒരു സിറ്റുവേഷൻ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഇപ്പം കറൻ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഓരോരുത്തർക്കും അവരുടേതായ രീതിയിലായിരിക്കും എക്സ്പീരിയൻസ് ഉണ്ടാവുക. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇപ്പം ക്യാപ്പ് ചെയ്യാൻ വന്ന ഒരു നേഴ്സായ എൻ്റെ അവസ്ഥ. അപ്പം ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പം വേറൊരു വീഡിയോയിൽ ഞാൻ എൻ്റെ ക്യാപ്പ് ആൻഡ് ഓസ്കി, ഞങ്ങൾക്ക് ക്യാപ്പ് പ്ലസ് ഓസ്കി ഉണ്ടായിരുന്നു. അപ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു, എൻ്റെ ക്യാപ്പ് എക്സ്പീരിയൻസ് ഓസ്കി എങ്ങനെ ആയിരുന്നു എന്ന് ഞാൻ ഷെയർ ചെയ്യാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.